നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലൊരു പുതുയുഗം തന്നെയാണ് പിറന്നിരിക്കുന്നത്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു കേരളത്തെ പടുത്തുയർത്താനായി ടീം UDF ഇന്ന് അധികാരത്തിലേറുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള മന്ത്രിമാരായിട്ടുള്ള ആളുകളുടെ സത്യപ്രതിജ്ഞ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴുകിയെത്തിയ ജനസാഗരത്തെ സാക്ഷി നിർത്തിയാണ് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അണികളുടെ ഇടയിൽ നിന്ന് വലിയൊരു ആരവം തന്നെയായിരുന്നു നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആളുകൾ ബഹളം വയ്ക്കുകയും ഒപ്പം തന്നെ വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യ വിളികളും ആ ജനസദസ്സിനെ തന്നെ ഇളക്കി മറിച്ചു എന്ന് നമുക്ക് പറയാം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് ഗവർണർ വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിലാണ് അവിടെ സത്യവാചകം അദ്ദേഹം ചൊല്ലിക്കൊടുത്തത്. കേരള ജനത തെരഞ്ഞെടുത്ത ടീം UDFിലെ 102 പേരിൽ നിന്ന് തെരഞ്ഞെടുത്ത 20 മന്ത്രിമാരും അധികാരമേറ്റെടുക്കുകയാണ് ചെയ്തത്. ചടങ്ങ് ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരാണ് അവിടെ എത്തിയിട്ടുള്ളത്. തെലങ്കാന മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ, CPI നേതൃത്വത്തിലുള്ള മറ്റു പലരും, മുൻ സ്പീക്കറായിട്ടുള്ള N ഷംസീർ തുടങ്ങി മറ്റുള്ള പാർട്ടികളിലെ പല പ്രമുഖരും ആ വേദികളിൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വി ഡി സതീശൻ വലിയ പ്രതീക്ഷയാണ് ഇനി കേരള ജനത വെക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലടക്കം വലിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലുണ്ട്. ഏതായാലും പുതുമുഖങ്ങളെ അദ്ദേഹത്തിന്റെ ഈ ഒരു മന്ത്രിസഭാ ക്യാബിനറ്റിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 14ഓളം പേര് പുതുമുഖങ്ങളാണ്. അത് തന്നെയാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തെരുവിലിറങ്ങിയ ജനസഹസ്രങ്ങളുടെ തുടർച്ച പോലെ ഇന്നലെ ഉച്ച മുതൽ വൻ ജനപ്രവാഹമാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. പതിറ്റാണ്ടിന് ശേഷമുള്ള UDF മന്ത്രിസഭയുടെ കൊടിയേറ്റം ജനകീയതയുടെ മഹാവിളംബരമായി മാറി. അധികാര പ്രവേശനത്തിന്റെ സാക്ഷികളാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു തുടങ്ങിയവരെല്ലാം തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം തന്നെ ആ വേദിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ പലപ്പോഴും ഈ ഒരു മന്ത്രിസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പല ചർച്ചകളും നടന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരിക്കും ടീം UDFിന്റെ ഈ ഒരു 21 അംഗ ക്യാബിനറ്റിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് എല്ലാത്തിനും ഒരു തീരുമാനമായത്. ഇപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് UDFിന്റെ ദിനം തന്നെയാണ്. ഏതായാലും രമേശ് ചെന്നിത്തല അടക്കം തുടക്കത്തിൽ നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനം വി ഡി സതീശന് പോയപ്പോൾ അദ്ദേഹത്തിനടക്കം പല അസ്വാരസ്യങ്ങളും നിലനിന്നിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മാറി ഒറ്റക്കെട്ടായി തന്നെ ഇനി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ കേരളത്തെ ഇനി ജനങ്ങൾക്കൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടാണ് വി ഡി സതീശന്റെ മന്ത്രിസഭയിലെ ഈ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറിയിട്ടുള്ള ഈ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഏതായാലും കേരളം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെയുണ്ട് ഇനിയുള്ള 5 വർഷക്കാലം UDFിന്റെ ഭരണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. സ്ത്രീകൾക്കടക്കം മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ തന്നെ പ്രാവർത്തികമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.